ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാനൊരു നെല്ലിക്ക അച്ചാറുമായിട്ടാണ് വന്നിട്ടുള്ളത്. സ്റ്റൗ കത്തിച്ച് ചൂടായ ചട്ടിയിലേക്ക് പിന്നെ ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3/4 കപ്പ് നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി നന്നായിട്ട് മൂത്ത് വന്ന ശേഷം നമുക്ക് ഒരു 10 പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി ഇതിലേക്ക് പിന്നെ കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കറിവേപ്പില നന്നായിട്ട് മൂത്ത് വരണം. കൈകൊണ്ട് ഞെരടിയാൽ ഇങ്ങനെ പൊടിഞ്ഞു വരണം. ഇനി പിന്നെ തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, അതുപോലെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1.5 ടീസ്പൂണ് പിന്നെ കടുക് പരിപ്പില്ലേ, പച്ച കടുക് പൊടിച്ചതാണ്, അത് ഇട്ട് കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി 2 ടേബിൾ സ്പൂൺ ഉലുവയും കടുകും കൂടെ പൊടിച്ചത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം നമുക്ക് പിന്നെ കായം പൗഡർ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ പഞ്ചസാര ഒരു പ്രിസർവേറ്റീവും കൂടിയാണ് കേട്ടോ. ഇനി നന്നായിട്ട് മൂത്ത് വരട്ടെ. അപ്പോൾ ഇത് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്കറിയാം, ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സൗണ്ട് മാറിയിട്ടുണ്ടാവും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നെല്ലിക്ക ഞാൻ ആദ്യം ഒന്ന് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷമാണ് ഞാൻ 4 വാറായിട്ട് പൊളിച്ചെടുത്തിട്ടുള്ളത്. അത് വീഡിയോയിൽ കാണിക്കാൻ മറന്നു. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ നന്നായി മൂത്ത ശേഷം നമുക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഈ വിനീഗർ ഒന്ന് തിളച്ച് വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മൾ നെല്ലിക്കൻ്റെ അച്ചാർ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ബൈ.